വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. ലാറ്റർബർണൻ, വാലി ഓഫ് 72 വാട്ടർഫോൾസ്. അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് ഈ നാട്ടിലേക്ക് ഒഴുകിയെത്തുന്നത് 72 വെള്ളച്ചാട്ടങ്ങളാണ്. ശരിക്കും സ്വപ്നം പോലെ ഒരു നാട്. നേരിട്ട് കണ്ടാലും നമ്മൾ നമ്മളോട് തന്നെ ചോദിച്ചുകൊണ്ടിരിക്കും, ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ ഭൂമിയിലുണ്ടോ? ഈ സൾട്ട് വേൾഡ് അങ്ങ് ലേക്ക് ബ്രെയിൻസിൻ്റെ തീരത്ത് നല്ല സമാധാനത്തിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു സുന്ദരിയാണ് കേട്ടോ ഈ സൾട്ട് വേൾഡ്. സ്വിറ്റ്സർലാൻഡിനെ ഭൂമിയിലെ സ്വർഗം എന്ന് വിളിക്കാൻ കാരണക്കാരായ ഒരുപാട് ലേക്കുകളിലൊന്നാണ് ഈ ലേക്ക് ബ്രെയിൻസ്. ശരിക്കും നല്ല എംറാൾഡ് ഗ്രീൻ കളറിലാണ് ഇവിടുത്തെ വെള്ളം. അങ്ങനെയുള്ള ഒരു ലേക്കിൻ്റെ തീരത്ത് വെറും 500 പേരിൽ കുറവ് ആളുകൾ മാത്രം താമസിക്കുന്ന സുന്ദരമായ ഒരു ഗ്രാമം. ആ ഗ്രാമത്തിനെ നമ്മൾ എന്ത് വിളിക്കണം? ഭംഗിയുള്ള ഒരു സമാധാനം. ഹലോ ഗൈസ്, ഞങ്ങൾ ഇന്ന് എവിടെ വന്നത്? ലോട്ടർബർണൻ. ഇതൊക്കെ എന്ത് ഭംഗിയാ കാണാൻ, അടിപൊളി അല്ലേ? ഞങ്ങൾ മാത്രമല്ല കേട്ടോ, അച്ഛനും അമ്മയുണ്ട്, ബാലും നീലും ഞാനും. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ വന്നു. ഇവിടെ ഞങ്ങൾ ആദ്യം ഒരു വാട്ടർഫോൾസ് കാണും, എന്നിട്ട് അവിടുന്ന് നേരെ വാട്ടർഫോൾസ്, പിന്നെ ഞങ്ങൾ നേരെ വീണ്ടും ഇൻ്റർലാക്കനിലേക്ക് തിരിച്ചു പോയിട്ട് അവിടെ ഒരു ലേക്കിനകത്തൊരു ബോട്ടിംഗ് ഒക്കെ ചെയ്ത് വേറൊരു വില്ലേജും പോകും. അതും ഇന്ന് കാണിച്ചു തരാം. ഓക്കെ, അത് ഇസ്റ്റൽ വേൾഡ്. അത് ഇസ്റ്റൽ വേൾഡ്. പോവാം. എന്താ ആ പൂവ് എടുക്കണം. ഇവിടെ നല്ല വീഡിയോ ഉണ്ട്. അച്ഛനും അമ്മയുണ്ട്, ഞങ്ങളെല്ലാവരും കൂടി. ഇനി നമ്മളിപ്പോൾ ലോട്ടർബർണിലാണ്, നമ്മളിപ്പോൾ എവിടെ വാട്ടർഫോൾസ് കാണാൻ പോവാം. കം ഓൺ, ലെറ്റ്സ് ഗോ ചാ. ഞങ്ങൾ നാട്ടിലെ തേങ്ങാ ബിസ്ക്കറ്റ് ആണ് കേട്ടോ, പക്ഷേ ഇവിടുന്ന് വാങ്ങിച്ച തേങ്ങാ ബിസ്ക്കറ്റ് നല്ല അടിപൊളി തേങ്ങാ ബിസ്ക്കറ്റ്. ഞങ്ങളിപ്പോൾ ഇവിടെ ഇറങ്ങിയിട്ട് ഞങ്ങൾ എത്ര 10 മിനിറ്റ്സേ നടക്കാനുള്ളൂ. പക്ഷെ നടക്കുന്ന വഴി നല്ല രസമുണ്ട്, എനിക്ക് നല്ല രസമുണ്ട്. കാരണം മെയിനായിട്ട് ഷോപ്പിംഗ് കടകളും പിന്നെ ചെറിയ ചെറിയ ഈ പോസ്റ്റ് കാർഡൊക്കെ വാങ്ങിക്കാനൊക്കെ പറ്റിയ കുറേ ഷോപ്സ് ഉണ്ട്. പക്ഷെ ബാലിന് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു, കാരണം പൈസ പോലും. ഉണ്ടോ ബാൽ ഇൻട്രസ്റ്റ് ഉണ്ടോന്ന്? അവൻ പറയുന്നൊന്നും മയക്കി കേൾക്കൂല എന്ന് അവൻ പറയുന്നത് കേട്ടോ. ആദ്യമായിട്ട് വില്ലേജ് ഒന്നുമില്ല, 6 സ്ഥലം പോലും കണ്ടത്. നല്ല അടിപൊളി സ്ഥലം അല്ലേ? ഞങ്ങളങ്ങനെ നടന്നിറങ്ങി അവിടെ അങ്ങോട്ടേക്ക് നേരെ വാട്ടർഫോളിലേക്ക് പോകാമെന്ന് പറഞ്ഞപ്പം നമ്മളിവിടെ ഒരു വ്യൂ പോയിന്റ് ഉണ്ടെന്നാൽ ഇവിടെ വന്നിട്ട് പോകുന്ന ബാല് പറഞ്ഞു. അപ്പം അങ്ങനെ വന്നപ്പോൾ നോക്ക്, കണ്ട വ്യൂ നോക്ക്, എന്ത് രസമാണ് കാണാൻ. ആ പള്ളിയും ഞങ്ങൾ ഇതിന് മുന്നേ ഒരിക്കൽ ഇവിടെ വന്നിട്ടുണ്ടേ. അപ്പോൾ ഓർമ്മയുണ്ടോ ബാലിന്? അന്ന് അമ്മച്ചിക്ക് കാലിന് ഷൂസ് വയ്യായിരുന്നു, വന്നിട്ട് ഈ ബെഞ്ചിൽ ഇരുന്നിട്ടാണ് ഷൂസൊക്കെ മാറ്റിയത്. റിവറിന്റെ സൈഡിൽ കൂടി നടന്നു. റിവറിന്റെ സൈഡിൽ കൂടെ നടന്നപ്പോൾ അമ്മയ്ക്ക് കാലിന് വയ്യാണ്ട്, എൻ്റെ അമ്മയൊക്കെ വന്ന സമയത്ത് എന്നിട്ട് ഞങ്ങൾ ഷൂസൊക്കെ മാറ്റിയിട്ട് അന്ന് ഞങ്ങൾ ഇവിടെ വന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിട്ട് അപ്പുറത്തുള്ള ഒരു വാട്ടർഫോൾസിലാണ് പോയത്. അതിൻ്റെ പേരെന്തായിരുന്നു? ട്രംബൽ ബാക്ക്. അങ്ങനെ. ഇന്ന് പോകുന്നത് സ്ട്രോബാക്ക് എന്ന് പറഞ്ഞൊരു വാട്ടർഫോൾസിലാണ്. എന്താണെങ്കിലും അടിപൊളി സ്ഥലം. ഇവിടെ ഇപ്പം അച്ഛനും അമ്മയൊക്കെ ഞെട്ടിപ്പോയി. ഇവിടുത്തെ ഇതുവരെ പോയതിൽ എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ഭംഗി, ഈ ലോട്ടർബർണൻ ഈ വില്ലേജിൻ്റെ ഭംഗി അങ്ങനെ എല്ലായിടത്തും ഇല്ല. ഇതൊരു ഭയങ്കര രസമാണ്. ഇങ്ങനെ ഫുൾ മൗണ്ടൻസിൻ്റെ ഇടയ്ക്കായിട്ടൊരു വില്ലേജ്. നല്ല രസമുണ്ട് കാണാൻ. ബാ നമുക്ക് പോയി കാണാം. പോകുമ്പോൾ ഇത് നമുക്കൊരു ഫോട്ടോ എടുക്കേ. അങ്ങനെ തന്നെ നിന്നു അച്ഛനും അമ്മയും നീലും. ഇവിടെ ആ മുകളിൽ ഞാനൊരു വീട് കണ്ടു. അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ കൊത്തുപണികൾ വരെ കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ. ഇവിടെ ഈ പ്രകൃതി ഭംഗി മാത്രമല്ല, ഇവിടുത്തെ ശാലേസൊക്കെ കാണാൻ നല്ല ഭംഗിയാണ്. ഈ വുഡൻ വീടുകളും ഇവിടുത്തെ ചർച്ചും എല്ലാം നല്ല ഭംഗിയാണ്. കണ്ടിട്ട് നല്ല അടിപൊളി പള്ളി. അപ്പോൾ ഒന്ന് ചുമ്മാ അതിൻ്റെ ഫ്രണ്ടിൽ വരെയൊക്കെ ഒന്ന് പോയിട്ട് വരാം. പള്ളിയുടെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. നമുക്ക് എന്താണെങ്കിലും അതിൻ്റെ മുന്നിൽ പോയിട്ടൊരു ഫോട്ടോ എടുക്കാം അല്ലേ? അല്ല, ഓണത്തിന് പാടുന്ന ഒരു പാട്ടില്ലേ, വന്നല്ലോ ഊഞ്ഞാലിട്ടല്ലോ. അതുപോലെ ഓണം വരുമ്പോ ഇത്രയും പൂവൊന്നും ഇല്ലെങ്കിലും അല്ലേ
ഓണം വരുമ്പോ ഇതുപോലെ ഒരു 2 കൊട്ട കൊണ്ടുപോയിരുന്നെങ്കിൽ വീട്ടിൽ കൊണ്ടുവച്ച്. ആ വരുന്നില്ലേ ഉണ്ണി പന്ത് കളിച്ചോട്ടെ. ആ കളിച്ചോളൂ. സൂപ്പർ പാട്ടായിരുന്നു പാട്ട്. അടിപൊളി പോവാ. അടിപൊളി അടിപൊളി ശമ്പളി. അങ്ങനെ ഞങ്ങൾ വന്ന് നടന്ന് ദേ ഇവിടെ എത്തി. ഞങ്ങളുടെ ബാക്കിൽ കാണുന്ന വാട്ടർഫോൾസ് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. സ്റ്റോബാക്ക് ഫോൾസ് എന്ന പേര്. എന്താ പേര്? ഫോൾസ്. യെസ്, അവിടെ എത്തി. ബിഗ്ഗസ്റ്റ് ആണ് ഇവിടെ. എനിക്ക് തോന്നുന്ന ലോട്ടർബർണിലെ ഏറ്റവും ഹൈറ്റ് ഉള്ളതാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തോ ഉണ്ട്. എന്താണേലും അടിപൊളി. ഞങ്ങളെ ദൂരേന്ന് കണ്ടപ്പോൾ വളരെ ചെറുതാളെന്ന് വിചാരിച്ചു. പക്ഷെ അടുത്ത് വന്നപ്പോൾ നല്ല അടിപൊളി ഐറ്റം, നല്ല വലുത്. ഞങ്ങൾ ഇന്ന് ഇങ്ങോട്ടേക്ക് വരാൻ നേരം അച്ഛനും അമ്മയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇന്ന് ഹൈക്കിംഗ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നൊരു പള്ളിയിൽ മണി കേട്ടാ, പള്ളിയിൽ മണി കേട്ടാ. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഹൈക്കിംഗ് ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഒരു ഹൈക്കിങ്ങും ഇല്ല. അന്ന് നമുക്ക് നടക്കാനേ ഇല്ല. ജസ്റ്റ് ഇങ്ങനെ നമ്മൾ ഇങ്ങനെ ചെറിയ റോമിങ് അത് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഹൈക്കിംഗ് ഷൂസ് ഒന്നും ഇടണ്ടെന്ന് പറഞ്ഞേ. പക്ഷേ പണി കിട്ടിയെന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇത് നോക്കി ഇപ്പം ഇത്രയും ഹൈറ്റ് ഞങ്ങൾ കയറി കഴിഞ്ഞു. ഇനി അത്രയും കൂടി കയറാനും ഉണ്ട്. അവർക്ക് പിന്നെ ഇറങ്ങാൻ നേരം ബാല് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണേലും നിങ്ങൾ ഹൈക്കിംഗ് ഷൂസ് ഇട്ടോ, വെറുതെ റിസ്ക് എടുക്കാൻ നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കിംഗ് ഷൂസ് ഇട്ടെ. ഞാൻ നോക്കി ഇത് നോക്കി മറ്റേ കോൺവേഴ്സ് ഉണ്ടാവില്ലേ, അതിൻ്റെ ഒന്നുമില്ല, പ്ലെയിൻ. എനിക്ക് ഓരോ കല്ലും മനസ്സിലാവുന്നുണ്ട്. നമുക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നല്ലോ ഇത് ഇവിടുത്തെ ഏറ്റവും ഹയസ്റ്റ് വാട്ടർഫോൾ ആണോ എന്ന് ലോട്ടർബർൺ വാലിയിലെ. ആക്ച്വലി ഫ്രീ ഫോളിങ് വാട്ടർഫോൾസിൽ, ഫ്രീ ഫോളിംഗ് എന്ന് പറഞ്ഞാൽ മുകളിൽ നിന്ന് വീണാൽ പിന്നെ ഇത് ഈ പാറയിലൊന്നും ടച്ച് ചെയ്ത് അങ്ങനെ ലെയറായിട്ടല്ല വീഴുന്നത്, ഇത് ഒറ്റയടിക്ക് താഴേക്ക് വീഴുക. അങ്ങനത്തെ വാട്ടർഫോൾസിൽ ഇതാണ് ഹയസ്റ്റ്. പക്ഷേ ഹൈറ്റിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ മ്യൂഹൻബാക്ക് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ തന്നെയുള്ളൊരു വാട്ടർഫോൾസ് ഉണ്ട്, അതാണ് ഹയസ്റ്റ്. ആ പള്ളീൻ്റെ അടുത്ത് നിന്ന് നമ്മൾ കയറി വന്നു. അവിടെ സ്നോ മൗണ്ടൻ കാണാം, കണ്ടോ? ഞങ്ങളുണ്ടല്ലോ ഇങ്ങോട്ട് കയറാൻ നേരം ശരിക്കും പറഞ്ഞാൽ ആരും ഉണ്ട്. അപ്പോൾ ഒന്നും ആരും നനഞ്ഞില്ല കേട്ടോ. ഞങ്ങളാ ഇത്രയും നനഞ്ഞത്. എനിക്ക് തോന്നുന്നത് ഗോവിന്ദൻകുട്ടിയുടെ ടൈം നല്ല ബെസ്റ്റ് ടൈം എന്ന് പറഞ്ഞ പോലെ എൻ്റെ ടൈം നല്ല ബെസ്റ്റ് ടൈം ആയിരുന്നു. ഫുള്ള് നനഞ്ഞു. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. കാരണം നനഞ്ഞിട്ട് ഇങ്ങോട്ട് കയറണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാതെ വാട്ടർഫോൾ എത്തിയെന്ന്. ഞങ്ങൾ അവസാനം എത്തി. ഞങ്ങളെ കയറി ഇറങ്ങി കേട്ടോ. കയറുമ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടെ കയറുന്നതിൻ്റെ ഒരു ഹാഫ് ഡിസ്റ്റൻസ് എത്തുമ്പോഴത്തെ നമ്മുടെ മേത്തേക്ക് വെള്ളം വീഴുന്ന അതാ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. കാരണം അതിനുള്ളിലേക്ക് ചെന്ന് കഴിയുമ്പോൾ പിന്നെ പെട്ടെന്ന് കഴിയും. അവിടെ നിൽക്കാമല്ലേ, പെട്ടെന്ന് കഴിഞ്ഞു പോയി. അതിൻ്റെ അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്ന് ഇറങ്ങണം. പിന്നെ ഇപ്പോൾ ഇവിടെ വെക്കേഷൻ ആയതുകൊണ്ട് ഇവിടെ നല്ല തിരക്കുവാണ്. അതുകൊണ്ട് കയറുക, ഷടവിടേന്ന് ഇറങ്ങുക, അതേ പറ്റുള്ളൂ. എൻ്റെ കാലിൻ്റെ അടിയിൽ ഫുള്ളിങ്ങനെ അത് തട്ടി വേദന എടുക്കുന്നുണ്ട്. മറ്റേ ഷൂസ് ഇട്ടാൽ മതിയെന്നല്ലേ. ഇവനുണ്ടല്ലോ ഗൈസ്, ഇവൻ ഭയങ്കര ദുഷ്ടനാണ്. ഇപ്പം ഞാൻ ഇത് പറയുന്നതുകൊണ്ട് ഓൻ എടുക്കുന്ന വീഡിയോ ആണിത്. അതായത് 10 പേരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു അബലയാണെന്ന് കാണിക്കാനാണ്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് നേരെ ഇൻ്റർലാക്കനിൽ നിന്ന് നമ്മൾ ഈ ബോട്ട് എടുത്തിട്ട് നേരെ ഇസൾട്ട് വേൾഡിലേക്കാണ് പോകുന്നത്. നമ്മൾ അന്ന് ഡേ പാസ് എടുത്തിരിക്കുന്നതുകൊണ്ട് ഈ ബോട്ട് റൈഡൊക്കെ നമുക്ക് അതിൽ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. ശരിക്കും പലരും എന്നോട് പറഞ്ഞിട്ടുണ്ട് കേട്ടോ, ഈ ലേക്ക് ബ്രെയിൻസ് ഒരു അടിപൊളി കളറാണ് ലേക്ക് ബ്രെയിൻസിൻ്റെ. അന്ന് പോയി അത് കണ്ടപ്പോൾ എനിക്ക് ഇരിക്കാൻ കിട്ടിയ സീറ്റ് പോലും കളഞ്ഞിട്ട് ഞാനിതിൻ്റെ സൈഡിൽ വന്ന് നിന്ന് വായും പൊളിച്ച് നിൽക്കുകയായിരുന്നു ഞാൻ ഫുൾ ടൈം. കാരണം എനിക്ക് അത് നോക്കും തോറും ഇങ്ങനെ ഈ കളറൊക്കെ ഉണ്ടാവും, ഇങ്ങനെ ഒരു ലേക്ക് ഉണ്ടാവുമോ എന്ന് നമുക്ക് തോന്നിപ്പോകും. എന്നിട്ട് ഞാനത് ബാലിനോട് ഇങ്ങനെ ഇടക്കിടക്ക് പറഞ്ഞുകൊണ്ടിരിക്കും, ഇന്ന് നോക്ക്, ഈ കളർ നോക്ക്. അപ്പോഴാണ് ഈ ഇസൾട്ട് വേൾഡ് ഇങ്ങനെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ തെളിഞ്ഞ് വരുന്നത്. എന്തൊരു ഭംഗി അറിയാം വില്ലേജ്. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു സണ്ണി ഡേയിൽ ഈ ലേക്കിൻ്റെ സൈഡിൽ ബാക്കിൽ ഫുള്ള് മലകളും. എൻ്റെ അമ്മയെ, അങ്ങോട്ടേക്ക് എത്തുന്നതിന് മുന്നേ തന്നെ ആ നാട് എനിക്ക് ഇഷ്ടപ്പെട്ടു. അമ്മാതിരി ലുക്കായിരുന്നു അത് കാണാൻ.
അങ്ങനെ നമ്മുടെ കപ്പിത്താന്മാർ ബോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവാണ്. യൂഷ്വലി നമ്മളെപ്പോഴും ബാക്കിലായി പോകലുണ്ട്. ഇതൊന്നും നമുക്ക് അങ്ങനെ അടുത്ത് നിന്ന് ആസ്വദിക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഇത്തവണ ഓടി വന്ന് നമ്മളിത് കാണാൻ വേണ്ടിയിട്ട് ഇതാ ടടേ അങ്ങനെ ബോട്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇനി ഞങ്ങൾ രണ്ട് കാലും അല്ല വലത് കാലും വെച്ച് ഈസൽട്ട് വേൾഡിലേക്ക് ഇറങ്ങാൻ പോവാണ്. ഭഗവാനെ, ഇത് മുമ്പേ പറഞ്ഞ പോലെ തന്നെ ചെന്ന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹൃദയം ഇങ്ങനെ എടുത്തുകൊണ്ട് പോകുന്നൊരു വില്ലേജ്. ശരിക്കും ഇത് ഇപ്പമായിട്ടാണ് ഈ ഈസൽട്ട് വേൾഡ് എനിക്ക് തോന്നുന്നത് സ്വിറ്റ്സർലാൻഡിലെ വൺ ഓഫ് ദി നമ്മൾ ഏറ്റവും അടിപൊളി വില്ലേജ് ഏതാണെന്ന് അടിക്കും ഏറ്റവും ഭംഗിയുള്ള വില്ലേജുകളിൽ ഒന്നാണ് ഈ ഗ്രിൻഡൽവാൾഡ്, ലോട്ടർബ്രണ്ണൻ, അതുപോലെയുള്ള ഒരെണ്ണമാണ് ഇപ്പോൾ ഈസൽട്ട് വേൾഡ്. അതിലൊരു സംശയം വേണ്ട, ശരിക്കുമാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു നാടാണ്. പ്രത്യേകിച്ചും പോയി ഒരു 3-4 ദിവസമൊക്കെ ഒന്ന് പോയി സമാധാനത്തിൽ താമസിക്കാൻ പറ്റിയ സ്ഥലം. കാരണം എനിക്ക് തോന്നുന്നു ഗ്രിൻഡൽവാൾഡ്, ലോട്ടർബ്രണ്ണൊക്കെ കുറച്ചും കൂടെ ക്രൗഡഡാണ്. ഇവിടെ കുറച്ചും കൂടെ അത്ര ആൾക്കാരില്ല. പിന്നെ ഇവിടെ ആകെ 500 ആൾക്കാരൊക്കെ താമസിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ നാടൊരു സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവാണ്. ഏതാ ഉള്ളത്? ഇന്ത്യൻ മാംഗോ പിസ്ത. കൺഫ്യൂഷൻ ആയല്ലോ മൊത്തത്തിൽ. നോക്കട്ടെ. കൺഫ്യൂഷൻ. നെയിലിന് ഏത് ഐസ്ക്രീം വാങ്ങണം എന്നുള്ള കൺഫ്യൂഷനാണ്. നെയില് ഇപ്പം നോക്ക്, ഞങ്ങൾ 4 തീരുമാനിച്ചു. പക്ഷെ നീല് മാത്രം അമ്മയുടെ പിസ്തയാണ്, എൻ്റെയുടെ അച്ഛൻ്റേതും. അച്ഛൻ്റെ ഏതാണ്? മാംഗോ. മീ ഓൾസോ മാംഗോ. ആൻഡ് ബാലിൻ്റെ ആർക്കും അറിയാത്ത എന്തോ ഒരു ഐറ്റം ക്യാരമൽ ഉണ്ടെന്ന് മാത്രം അറിയാം. പിന്നെ കുറച്ച് ചോക്ലേറ്റ്. നീലെന്ത് തീരുമാനിച്ചു? ഓക്കെ. ആപ്പിളല്ല, ഫിഗാന്ന് തോന്നുന്നു. Decathlon is a decathlon. Decathlon has an decathlon. ഞാനാ പറയുന്നൊരു കോമഡിയാണ്. ഡെക്കാത്തലോൺ ഹസൻ അടക്കാത്തലോൺ. അതുകൊണ്ടാണ് പോലും ഡെക്കാത്തലോൺ എന്ന് പേര് വന്നേന്ന്. നമ്മുടെ നാട്ടിലെ ഹൈഡ്രാഞ്ചി ഇല്ലേ, അതാട്ടോ ഇത്. ഓ, അരേനുണ്ട് ഇവിടെ. Can we go? ഈ ഈസൽട്ട് വേൾഡിൽ വന്നിട്ടേ ശരിക്കും എല്ലാവരും പറയുന്നുണ്ടല്ലോ സ്വിറ്റ്സർലാൻഡിലെ വൺ ഓഫ് ദി ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസാണ്. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അതാണെന്ന് പറയുന്നതിന് കാര്യമുണ്ടെന്ന് ഇപ്പം ഇങ്ങനെ തോന്നി വരിക കൂടുതലായിട്ട്. ഓരോ വീടൊക്കെ കാണുമ്പോൾ ചെറിയ വീടുകളാണ്. ഇത് നോക്ക്, ഞാൻ കാണിച്ചു തരേ. ഇങ്ങനെ ഇവിടേക്ക് നോക്ക്. ഈ വീടിൻ്റെ ഫ്രണ്ടിൽ വന്നാൽ ഈ വീട് നോക്ക്, കുഞ്ഞതാണ് പക്ഷെ നല്ല രസമുണ്ടല്ലേ കാണാൻ. അതുപോലെ എല്ലാം കുഞ്ഞു വീടുകളാണ്, പക്ഷെ നല്ല രസമാണ് കാണാൻ. ഓരോ സ്ഥലം നമുക്കിങ്ങനെ ആരോടും മിണ്ടാതെ ഒറ്റയ്ക്ക് ഇങ്ങനെ നടന്നു പോകാൻ തോന്നും. ഇങ്ങനെ എന്താ, ആരും വേണ്ട, നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റിയൊരു സ്ഥലം. പക്ഷെ എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ അത്ര ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ആരെങ്കിലും വേണം കൂടെ. അതുകൊണ്ട് ഞാൻ എപ്പോഴും ബാലിനെ ഇങ്ങനെ വിളിച്ചുകൊണ്ട് നിൽക്കും. ബാൽ വാ പോവാം, വരൂ പോവാം. ഇത് നോക്കെൻ്റെ ബൾട്ടാ നോക്ക്. ഓ, എന്താ രസം. ഇതൊക്കെ എത്രയോ കൊല്ലം മുന്നത്തെ അല്ലേ ശരിക്കും. Mm. 1.5 minutes. Really? ഇത്രയും കുടിച്ചോ? വെരി ഗുഡ്. അമ്മ നല്ല വെള്ളമാണോ? അമ്മയും കുടിക്കട്ടെ. ഇവിടെ സ്വിറ്റ്സർലാൻഡിലെ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്നറിയോ?
ഇവിടെ നമ്മൾ ഹൈക്കിന് പോകുമ്പോഴും ഒക്കെ ആണെങ്കിലും മിക്ക സ്ഥലങ്ങളിലും ഓൾമോസ്റ്റ് ഇപ്പോൾ വലിയ ദൂരെ ഹൈക്കൊക്കെ ഇപ്പോൾ ഒരു 15 കിലോമീറ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊന്നും കാണാറില്ല കേട്ടോ. പക്ഷെ മിക്ക സ്ഥലങ്ങളിലും ഇങ്ങനെ വെള്ളം ഉണ്ടാവും. നമുക്കിങ്ങനെ വാട്ടർ ബോട്ടിലായിട്ട് പോയാൽ മതി. ഇത് കണ്ടോ ഇങ്ങനെ കുടിക്കാൻ കൊള്ളുന്ന വെള്ളം. റിസൾട്ട് വേൾഡിൻ്റെ ഭംഗി എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ, ഇതാണ് നോക്ക്, എന്താ രസം. ഇങ്ങനെ ചുറ്റും ചെറിയ 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 ശാല ഇങ്ങനെ വീടുകളും, പിന്നെ അവിടെ എന്താ മോനെ നീ ജമ്പ് ചെയ്യാൻ പോകുമല്ലോ. ഇപ്പൊ ഉണ്ടല്ല, ഞാൻ മുമ്പേ പറഞ്ഞില്ലേ റിസൾട്ട് വേൾഡിനോടുള്ള സ്നേഹം കൂടി 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 വരികയെന്ന്. എൻ്റെ ചെക്കനാണ് കുറേ നേരമായിട്ട് ഇവിടെ വന്നിട്ട് കുളിക്കുക ഇതുവരെ ജീവിതത്തിൽ കുളിക്കാത്ത പോലെയാണ് ഓൻ്റെ പെരുമാറ്റം. അവന് കുളിക്കാനാണെങ്കിൽ തണലുള്ള ഒരു സ്ഥലത്ത് ഇറക്കാം. നമ്മളിവിടുത്തെ ലേക്കിൽ ഇവനെ ഇറക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. ഇവനുള്ള ഡ്രസ്സ് മാത്രം ഒരു എക്സ്ട്രാ എപ്പോഴും കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ ചെക്കൻ കുളിക്കും. പിന്നെ ഇത് നോക്ക്, അവിടെ ഒരു വലിയൊരു പാലസോ എന്താണെന്നറിയില്ല, എന്തോ ഒന്ന് കാണുന്നുണ്ട്. നമുക്ക് അവിടേക്ക് ഒന്ന് പോയാലോന്നുണ്ട്. നോക്കട്ടെ, ഇനി ഇങ്ങോട്ടേക്ക് വാ ബാൽ ഞങ്ങളെ കാണിക്കേ. ഞങ്ങളിത് വെള്ളത്തിലേക്ക് ചാടാൻ പോവാണോ? റെഡി സ്റ്റഡി ഗോ. ഞങ്ങളപ്പം മിക്കവാറും ഇനി അധികം താമസിക്കാതെ ഇപ്പം തന്നെ 3:30, ഞങ്ങളൊരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഇവിടുന്ന് പോവും. എന്താണേലും ഭയങ്കര സന്തോഷം റിസൾട്ട് വേൾഡിൽ വന്നിട്ട്. എന്താ രസം കാണാൻ. ശരിക്കും ഒരു ഭംഗി തന്നെയല്ലേ ഇത്. ബൈ ബൈ. ഓരോ നാടും നമ്മളോട് ഓരോ കഥ പറയും എന്നാണല്ലോ അല്ലേ? എന്താണേലും ഇന്നത്തെ 2 നാടും 2 കഥകളാണ് എന്നോട് പറഞ്ഞത്. ആദ്യത്തെ നാട് വെള്ളച്ചാട്ടത്തിൻ്റെയും അവിടെ നോക്കിയാൽ കണ്ണത്താ ദൂരത്തോളം കിടക്കുന്ന വാലിയുടെയും കഥയാണ് പറഞ്ഞതെങ്കിൽ, രണ്ടാമത്തെ നാട് വിശ്വസിക്കാൻ പറ്റാത്ത കളറിലുള്ള ഒരു ലേക്കിൻ്റെയും അതിൻ്റെ തീരത്തുള്ള ഒരു കുഞ്ഞു നാടിൻ്റെയും കഥയാണ് പറഞ്ഞത്. അപ്പം ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബായ്.